കർത്തൻ തന്നൂടെ സ്നേഹിതരാം 12 അപ്പോസ്തലന്മാർ പ്രേക്ഷിത വേലയ്ക്കായി നൽകി ജീവനിതും തൻ ജീവിതവും. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന നാം ഇന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് ധ്യാനിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പരിശുദ്ധ യൂദാ സ്ലീഹ അഥവാ തദ്ദായ് സ്ലീഹായെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ലാബി. ലാബി എന്ന വാക്കിനർത്ഥം ഹൃദയം, നെഞ്ച് എന്നാണ്. യൂദ എന്ന വാക്കിനർത്ഥം വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധൻ എന്നൊക്കെയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ ശിഷ്യനായ ചെറിയ യാക്കോബിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ യാക്കോബിന്റെ സഹോദരനാണ് ഈ യൂദ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂദാ സ്ലീഹ കർത്താവുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരി മേരിയുടെയും ക്ലെയോപ്പാവിന്റെയും മകനായിരുന്നു യൂദാ സ്ലീഹ. ഹീബ്രു, ഗ്രീക്ക്, അരാമായ എന്നീ ഭാഷകളിൽ അതീവമായ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു പരിശുദ്ധനായ യൂദാ സ്ലീഹ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ യൂദാ സ്ലീഹായും യേശുക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ പ്രത്യേകാൽ ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ ആഗമന ക്രൈസ്തവ സഭ മുഴുവൻ കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ യൂദാ സ്ലീഹായ്ക്ക് യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച വരമാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥതാ വരം. ആഗോള കത്തോലിക്ക സഭ മുഴുവനും അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നാമത്തിൽ ദേവാലയങ്ങളും ഉപേനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും നടത്തിവരുന്നു. യഹൂദ്യ, ശമരിയ, ലിബിയ, എഡേസ, അർമീനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. അർമീനിയയിൽ വെച്ച് പരിശുദ്ധനായ ശിമയോൻ സ്ലീഹായോടൊപ്പം രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സത്യവിശ്വാസത്തിന് വേണ്ടിയുള്ള തീവ്രമായ പോരാട്ടത്തെക്കുറിച്ചും നിത്യജീവനിലേക്കുള്ള പാതയിലേക്ക് നമ്മെ നയിക്കുന്നതിനെ പറ്റിയും ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ആ സത്യവിശ്വാസത്തിൽ നാം നിറഞ്ഞു നിൽക്കണമെന്ന വിശ്വാസ പ്രബോധനം വിശുദ്ധ യൂദാ സ്ലീഹ നമുക്ക് നൽകുന്നു. ആ വിശ്വാസത്തിൽ ജീവിച്ച് അതിൽ നിലനിൽക്കുവാൻ പരിശുദ്ധ യൂദാ സ്ലീഹായുടെ മധ്യസ്ഥത വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.